രക്തദാന ദിനത്തിൽ രക്തദാതാക്കൾക്ക് ആദരമൊരുക്കിയ അധ്യാപകർ. തൃശൂർ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ ആദരമൊരുക്കിയത് രക്തബന്ധു പുരസ്കാരം നൽകിക്കൊണ്ട്. ഗാന്ധി ജയന്തി ആഘോഷിച്ച് കസ്തൂർബ ട്രസ്റ്റ്, സർവോദയ മണ്ഡലം, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ എന്നീ സംഘടനകൾ പുഷ്പാർച്ചന, സർവമത പ്രാർത്ഥന, ഗാന്ധി സന്ദേശ പദയാത്ര, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. തൃശൂർ പട്ടിക്കാട് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. വിപുലമായി സംഘടിപ്പിച്ച ചടങ്ങ് പാണഞ്ചേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ റോയി കെ ദേവസി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് തൃശൂരിൽ ഉജ്ജ്വലമായ തുടക്കം. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ആരംഭിച്ച ക്യാമ്പയിൻ അവസാനിക്കുക അടുത്ത വർഷം മാർച്ച് 30-ന്. ക്യാമ്പയിൻ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ, ശുചിത്വ മിഷൻ തുടങ്ങിയ വകുപ്പുകളെയും മറ്റ് ഏജൻസികളെയും ഏകോപിപ്പിച്ചുകൊണ്ട്. ഈ വർഷത്തെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് കിഷോർ കല്ലറയ്ക്ക്. കിഷോർ കല്ലറ VHSSലെ അധ്യാപകൻ മന്ത്രി വി ശിവൻകുട്ടി അവാർഡ് സമ്മാനിച്ചു. വ്യാപാരി സമൂഹം ജീവകാരുണ്യ മേഖലയിൽ അനുകരണീയമായ മാതൃകയെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 8ാം ഘട്ട കുടുംബ സഹായ വിതരണ സമ്മേളനം തിരുവനന്തപുരം നെടുമൻകാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പരിപാടി ചെറായി സർവോദയ മണ്ഡലം ഏകതാ പരിഷത്ത്, ഗാന്ധി വിചാരധാരം, NCC രാമവർമ്മ യൂണിറ്റ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ S മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ കണ്ടശാംകടവ് മാർക്കറ്റ് വൃത്തിയാക്കി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ നീക്കം ചെയ്തത് കാലങ്ങളായി കുന്നുകൂടിയ മാലിന്യങ്ങൾ. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ ആശയങ്ങൾ അടങ്ങുന്ന ലഘുലേഖ വിതരണം ചെയ്ത് തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഗാന്ധി ജയന്തി ദിനത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ CDS തല ബാലസദസ്സിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വ്യത്യസ്ത ആക്രമണങ്ങളിലായി 2 പ്രതികൾ പിടിയിൽ. കാട്ടാക്കടയിൽ വ്യാപാരിയെ മർദ്ദിച്ച കേസിൽ ഗിരീശനും സുലൈമാൻ എന്നയാളെ മർദ്ദിച്ച കേസിൽ അൻവറുമാണ് പിടിയിലായത്. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആറ്റിങ്ങൽ MLA OS അംബിക ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടിയിൽ സ്ഥാപിച്ച വാട്സൺ പാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. വാട്സൺ പാർക്ക് സ്ഥാപിച്ചത് മാലിന്യ സംസ്കരണത്തിനായി. പാർക്കിൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സംവിധാനങ്ങളും തുരുമ്പെടുത്ത നിലയിൽ. ശങ്കരൻ കണ്ടത്ത് സുബ്രഹ്മണ്യൻ 54ാമത് രക്തസാക്ഷി ദിനവും പതാക ദിനവും ആചരിച്ചു. പരിപാടി തൃശൂർ അന്തിക്കാട് സുബ്രഹ്മണ്യൻ സ്മാരകത്തിൽ വെച്ച് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ച് കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയും NSS യൂണിറ്റുകളും. പോലീസ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച റാലി കൊടുങ്ങല്ലൂർ SHO BK അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ പദയാത്രയും നടത്തി മാള ഗ്രാമപഞ്ചായത്ത്. ശുചിത്വ പദയാത്രയുടെ ഭാഗമായി വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് മോഡൽ LP സ്കൂളിനെ ഹരിത സ്കൂളായി പ്രഖ്യാപിച്ചു. തൃശൂർ മണലൂരിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ നേതൃത്വം നൽകി. നിരവധി തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കെടുത്തു. പാലക്കാട് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവ 2024 പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു. സ്വച്ഛതാ ഹി സേവ 2024 പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലിയും മനുഷ്യചങ്ങലയും സംഘടിപ്പിച്ചു. പാലക്കാട് കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂരിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂവത്തൂരിൽ പുനർനവീകരിച്ച വിശുദ്ധ യൗസേ പിതാവിന്റെ കുരിശുപള്ളിയുടെ ആശീർവാദം നടന്നു. അസിസ്റ്റന്റ് വികാരി മിഥുൻ ചുങ്കത്ത് ആശീർവദിച്ചു.